മാർക്കോ. ഇറ്റ്സ് ഗോഡ് ബി ദ മോസ്റ്റ് വയലൻറ്റ് ഫിലിം ഇൻ മലയാളം ദറ്റ് എവർ റിലീസ്ഡ്. ഡയറക്ടർ ഖനീഫ ദേനി, നമ്മുടെ ഗ്രേറ്റ് ഫാദർ മിഖായൽ. അടുത്ത പടമാണ് മാർക്കോ. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ, സിദ്ദീഖ്, ജഗദീഷ് തുടങ്ങിയ താരങ്ങളൊക്കെ അഭിനയിച്ച. മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് രവി ബാസുറാണ്. അദ്ദേഹമാണ് ഉഗ്രം KGF ഒക്കെ ചെയ്തിട്ടുള്ളത് രവി ബാസുറാണ്. അതുകൊണ്ട് തന്നെ ഈ മ്യൂസിക് സൈഡിന് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. സിനിമ മെയിനായിട്ടും വയലൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇമോഷൻ സൈഡ് വീക്കാണെന്നല്ല. ഈ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന വയലൻസിലെല്ലാം മോട്ടീവ് ചെയ്യുന്ന ഒരു ഇമോഷൻ സൈഡ് ഈ സിനിമയ്ക്കും ഉണ്ട്. പിന്നെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊരൊറ്റ വരിയിൽ തന്നെ സിനിമയുടെ കഥ പറഞ്ഞു പോകാം. തുടക്കം തൊട്ട് ക്ലൈമാക്സ് വരെയും എൻഗേജിങ് ആണ് സിനിമ. പിന്നെ ഒരു 4-5 ഫൈറ്റ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതിലൊന്നും വലുതായിട്ട് സ്ലോ മോഷൻസ് ഒന്നും നിറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. ഭയങ്കര രസമുണ്ട് ഈ ഫൈറ്റൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഉണ്ണി മുകുന്ദനെ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയിലാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമുണ്ട്. കാരണം അത് ഇൻ്റർവെൽ ബ്ലോക്കിലാണ്. ഒരു ചെയിൻ സായം പിടിച്ച് ഉണ്ണി മുകുന്ദൻ തിരിഞ്ഞ് നിൽക്കുന്ന, ഒരു പൈൻ ഫോറസ്റ്റിൽ തിരിഞ്ഞ് നിൽക്കുന്നൊരു ഇൻ്റർവെൽ ബ്ലോക്ക്, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫ്രെയിമാണ്. പിന്നെ ഒരു ക്യാരക്ടറുണ്ട് കേട്ടോ ഇതിനകത്ത്, ഉണ്ണി മുകുന്ദൻ്റെ പേരായിട്ടൊരു ലേഡി ക്യാരക്ടർ. അപ്പോൾ പുള്ളിക്കാരി എന്തിനാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. കാരണം വലിയ റോളൊന്നും ഇല്ല, ആ ക്യാരക്ടർ ഇല്ലെങ്കിലും സിനിമ പോവും. പിന്നെ ഈ വയലൻസ് രംഗങ്ങളെല്ലാം ഭയങ്കര മാസമായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. അതിപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പോയിലറായിപ്പോവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ ആലോചിക്കുക ഇത് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ. വയലൻസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. പ്രൊമോഷനിലൊക്കെ പറയുന്നത് പോലെ ബ്രൂട്ടൽ വയലൻസ് തന്നെയാണ് സിനിമ.